കഴിഞ്ഞ ദിവസമാണ് ഇന്നലെ ഫോർട്ട് കൊച്ചിയിൽ ക്രിക്കറ്റ് പ്രേമികളായ നമുക്കൊക്കെ തന്നെ ഒരു കാലത്ത് ആവേശമായ സൗത്ത് ആഫ്രിക്കൻ താരം ജോൺ ഡി റോഡ്സ് താമസിക്കാൻ വന്നത്. ജോൺ ഡി റോഡ്സിൻ്റെ പ്രത്യേകത, സാധാരണ ക്രിക്കറ്റിൽ നമ്മൾ ബൗളർ അല്ലെങ്കിൽ ബാറ്റ്സ്മാൻ എന്നിവരെയാണ് കൂടുതൽ ഇഷ്ടപ്പെടുക. പിന്നെ മുഹമ്മദ് അസറുദ്ദീൻ ഇന്ത്യൻ താരമായപ്പോൾ ഫീൽഡിങ് നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചു. എന്നാൽ പറന്ന് ഫീൽഡ് ചെയ്യുന്ന ഒരു ക്രിക്കറ്റ് താരമായി ഒരു പുതിയ ട്രെൻഡ് ക്രിക്കറ്റിലേക്ക് കൊണ്ടുവന്നയാളാണ് ജോൺ ഡി റോഡ്സ്. ഡൈവ് ചെയ്ത് അദ്ദേഹം എടുത്ത ക്യാച്ചുകൾ, എത്രയോ ബൗണ്ടറികളും റണ്ണുകളും അദ്ദേഹം ഡൈവ് ചെയ്ത് തടുത്തത്. അങ്ങനെ തടുത്തതിൻ്റെ എണ്ണം നോക്കിയാൽ ഒരു ഹാഫ് സെഞ്ചുറി ഒരു കളിയിൽ ഒരു 50 റൺസെങ്കിലും ചിലപ്പോൾ സേവിച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഒരു പുതിയ ട്രെൻഡാണ്. പിന്നെയാണ് നമ്മൾ അങ്ങനത്തെ കുറേ താരങ്ങളെ ശ്രദ്ധിക്കുന്നതും ഫീൽഡിങ്ങിൽ ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കുന്ന സ്ഥിതിയും വന്നത്. ദക്ഷിണാഫ്രിക്കൻ ടീം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഏതെങ്കിലും ഒരു ടൂർണമെൻറ്റിൽ തോറ്റാൽ പിന്നെ ദക്ഷിണാഫ്രിക്ക ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേർ ഇന്ത്യയിലുണ്ട്. ആൻസി ക്രോണിയുടെ നേതൃത്വത്തിലുള്ള ദക്ഷിണാഫ്രിക്കൻ ടീം. അതിലെ പ്രധാന അട്രാക്റ്റീവ് പ്ലെയറാണ് ജോൺ ഡി റോഡ്സ്. അദ്ദേഹം കേരളത്തിലേക്ക് വരുന്നത്, അദ്ദേഹത്തിന് വ്യക്തിപരമായും കേരളത്തോട് വലിയ താല്പര്യമാണ്, ഇന്ത്യയോട് വലിയ താല്പര്യമാണ്. ആലപ്പുഴയിലുണ്ടായിരുന്നു. ആലപ്പുഴയിൽ അദ്ദേഹം കുറേ സമയം ചെലവഴിച്ചു. കൊച്ചിയിലും ഫോർട്ട് കൊച്ചിയിലും അദ്ദേഹം വന്നു. കേരളത്തെക്കുറിച്ച് വളരെ നല്ല നിലയിലാണ് അദ്ദേഹം അഭിപ്രായ പ്രകടനം നടത്തിയത്. ആലപ്പുഴയിലെ ആർത്തുങ്കൽ ബീച്ചിൽ അദ്ദേഹം യൂത്തിനോടൊപ്പം ക്രിക്കറ്റ് കളിച്ചു. അത് വലിയ വാർത്തയായി. ഫോർട്ട് കൊച്ചിയിൽ അദ്ദേഹം ഇവിടെ ഹെറിറ്റേജ് വാക്ക് നടത്തി എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഞാൻ ഇന്നലെ അദ്ദേഹത്തെ വീഡിയോ കോളിൽ വിളിച്ച് സംസാരിച്ചിരുന്നു. ടൂറിസം വകുപ്പിൻ്റെ ഒരു പ്രതിനിധികളെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അയക്കുകയും ടൂറിസം വകുപ്പ് ആദരിക്കുകയും ചെയ്തു. വീഡിയോ കോളിൽ അദ്ദേഹത്തോട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് കേരളത്തിൻ്റെ ടൂറിസത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ്. ഫോർട്ട് കൊച്ചിക്കും ദക്ഷിണാഫ്രിക്കയിലെ കേപ്പ് ടൗണിനും നിരവധി സാമ്യതകളുണ്ട് എന്ന് അദ്ദേഹം ടൂറിസം പ്രതിനിധികളോടും പറയുകയുണ്ടായി. പോർച്ചുഗീസ്, ഡച്ച്, ബ്രിട്ടീഷ് പൈതൃകങ്ങളുടെ ചില അവശേഷിപ്പുകൾ ഈ രണ്ട് പ്രദേശങ്ങൾക്കിടയിലുമുണ്ടെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ടൂറിസം പ്രതിനിധികൾ അത് പൊതുവെ പങ്കുവച്ചു. കുടുംബവുമൊത്തുള്ള കേരളത്തിലെ യാത്ര ആസ്വാദ്യകരമെന്നാണ് അനുഭവക്കുറിപ്പിൽ അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി മടങ്ങുന്നു. അദ്ദേഹം ഇവിടെ വന്ന് കളിച്ചതും മറ്റും കോടിക്കണക്കിന് മനുഷ്യർ കാണുകയുണ്ടായി. അങ്ങനെ പലരും കേരളം എന്ന സ്ഥലത്തെ അദ്ദേഹത്തിലൂടെ അറിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇവിടെ വന്നതിന് വീഡിയോ കോളിൽ സംസാരിക്കുമ്പോൾ പ്രത്യേകം നന്ദി അറിയിക്കുകയും തുടർന്നും വരണമെന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ മണ്ണിലേക്ക് കൂടുതൽ സഞ്ചാരികൾ കടന്നു വരികയാണ്. സഞ്ചാരികളുടെ എണ്ണത്തിൽ കോവിഡിന് ശേഷം സർവകാല റെക്കോർഡിലേക്ക് നമ്മൾ എത്തുന്നു. 2025 ആദ്യ 6 മാസക്കാലം 1,19,00,000 ആഭ്യന്തര സഞ്ചാരികളാണ് നമ്മുടെ സംസ്ഥാനത്തെത്തിയത്. കഴിഞ്ഞ വർഷത്തേക്കാളും 10.5% വർധനവാണ് എന്നുള്ളതാണ് അതിലെ സന്തോഷകരമായ കാര്യം. കോവിഡിന് മുൻപത്തേക്കാളും 33.4% വർധനവ്, 33.75%. ഇതിലേറ്റവും മുന്നിൽ നിൽക്കുന്ന ജില്ല എറണാകുളമാണ് എന്നുള്ളത് വളരെ സന്തോഷത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വിദേശ സഞ്ചാരികളുടെ വരവ് ഈ 6 മാസക്കാലം 3,83,000 വർദ്ധിച്ചു. മുൻ വർഷത്തേക്കാളും 6.87%. വിദേശ സഞ്ചാരികളുടെ വരവ് ഇനിയും വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ടൂറിസം വകുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിനുള്ള സാധ്യതകൾ മനസ്സിലാക്കുകയും അതിനുള്ള വൈവിധ്യങ്ങളായ പരിപാടികൾ സംഘടിപ്പിച്ചു വരികയുമാണ്. ഓരോ സാധ്യതകളെയും ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനുള്ള ശ്രമമാണ് നടത്തുന്നത്. നൂതനമായ പദ്ധതികളും പരിപാടികളും സംഘടിപ്പിച്ച് കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുവാൻ സാധിക്കുന്ന സ്ഥിതിയാണ് പൊതുവെ കാണുന്നത്. ഇതിനിയും നമുക്ക് ശക്തിപ്പെടുത്തണം. അതിൽ ഏറ്റവും നല്ല നിലയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരേണ്ടത് കൊച്ചി നഗരത്തെയാണ്. സംസ്ഥാന സർക്കാർ ആഗ്രഹിച്ചതുപോലെ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇടപെട്ട കൊച്ചി കോർപ്പറേഷനെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഈ കൂട്ടായ്മയിൽ പങ്കുകൊള്ളാൻ സാധിച്ചതിൻ്റെ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.